മനുഷ്യകാമനകളും മോക്ഷവും തുടങ്ങുന്നത് തന്നെ കാലഘട്ടങ്ങളപ്പുറമുള്ള ദിനോസർ യുഗം തൊട്ട് ഇങ്ങോട്ടുള്ള കുറെ യുഗങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ്? ഈ ഹെർബിയൻ യുഗം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് പഴയകാല ജന്മങ്ങൾ ഓരോ സമയങ്ങളിൽ നമ്മൾ പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും വായിച്ചു പോകുമ്പോൾ ഇതിനെ പറ്റി ആഴത്തിൽ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. അതെ, ഒരു ഇതിലേക്ക് പോകുമ്പോൾ തന്നെ അവിടുന്ന് വേറെ ഡൈമെൻഷനിലേക്കാണ് നമ്മൾ വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ അവധൂതൻ എന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും പല പേര് പറയാം. ഞാൻ തസ്മൈ ഗുരുജി ആ ഒരു കാറ്റഗറിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രഹ്മം കിട്ടിയ ഒരാൾ, ബ്രഹ്മജ്ഞാനി, ഒരുപാട് ശിവഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ആൾ, ഇങ്ങനെ കാണുന്നതാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വച്ച് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ VG അരുൺ സാറാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. പ്രതിഭട്ട നമസ്കാരം. നമസ്തേ രാഹുലെ. പ്രതിഭട്ട, ഈ ബുക്ക് ഞാൻ കുറച്ച് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു രസം തോന്നി. മനുഷ്യകാമനകളും മോക്ഷവും. ഈ ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നഗ്നരായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഹുൽ, ഈ ബുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി എഴുതിയ ബുക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഓരോ സമയങ്ങളിലും എനിക്ക് തോന്നുന്ന തോട്ട്സിനെ ഞാൻ കൃത്യമായി ടീമിന് ഹാൻഡ് ഓവർ ചെയ്യുകയും അവരതിനെ നല്ല മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന തോട്ട്സുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത് ഉപാസനയിൽ കിട്ടുന്നതോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹയർ സോളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുടെ ബേസിലാണ് ഈ ബുക്കിന്റെ കൺക്ലൂഷനിലേക്ക് വന്നത്. പക്ഷേ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ നഗ്നതയാണ് യഥാർത്ഥത്തിൽ ഈ ബുക്ക് കൊണ്ട്. അല്ല, നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, നമ്മൾ ആരാണ്, നമുക്ക് ശരീരം എന്തിനു വേണ്ടിയാണ്, നമുക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു സൃഷ്ടി എന്താണ്, ഇങ്ങനെ ഒരുപാട് തലങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ പ്രകൃതി, സ്ത്രീയും പുരുഷ കാമനകളും, അതാണ് അതിൻ്റെ ഒരു ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത്. പ്രകൃതി എന്താണ് നമുക്കെല്ലാം അറിയാം. പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങളെ നമ്മൾക്ക് എങ്ങനെ സ്വാംശീകരിക്കാമെന്നുള്ളതും. പിന്നെ സ്ത്രീയാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു സ്വത്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരി, നമ്മുടെ ഭാര്യ, നമ്മുടെ സുഹൃത്ത്, ഈ ഓരോ ആൾക്കാരിലേക്കും നമ്മൾ കാണുന്ന ഓരോ രീതിയിലുള്ള വികാരങ്ങളാണ്, ഓരോ രീതിയിലുള്ള ചിന്തകളാണ്. അപ്പം അമ്മയോട് കാണുമ്പം ഒരു വാത്സല്യവും കൗതുകവും സ്നേഹവും എല്ലാം ഉണ്ടാവും, ബഹുമാനവും. ഭാര്യയോട് നമുക്ക് തികച്ചും വ്യത്യസ്തമാണ്, ഒരു സുഹൃത്തിനോട് വ്യത്യസ്തമാണ്. പക്ഷേ ഇതെല്ലാം സ്ത്രീയാണ്. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാച്ചുറേഷൻ പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്, അതിൻ്റെ പകുതി പോലും സ്ത്രീകൾക്ക് വരില്ല. അവർ ഭയങ്കര ഈസി ലാഘവത്തോടു കൂടി ഇത് ഹാൻഡിൽ ചെയ്യും. ഇതിനകത്ത് ഒരാളുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഓരോ ആത്മാവിൻ്റെയും പർപ്പസ് എന്താണ്, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അത്. അല്ല, ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ കാലഘട്ടങ്ങളപ്പുറമുള്ള ദിനോസർ യുഗം തൊട്ട് ഇങ്ങോട്ടുള്ള കുറെ യുഗങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ്? ഈ ഹെർബിയൻ യുഗം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് പഴയകാല ജന്മങ്ങൾ ഓരോ സമയങ്ങളിൽ നമ്മൾ പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യന്റെ ജന്മങ്ങൾ തുടങ്ങുന്ന സമയം മുതൽ മനുഷ്യന്റെ ഓരോ ചലനങ്ങളും, നമ്മുടെ ഫേസിന്റെ മാറ്റങ്ങളും, അവിടെ നിന്നുണ്ടാകുന്ന തോട്ട്സ് എന്താണ്, ഈ തോട്ട്സിൽ നിന്ന് ജനറേഷന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്? ഒരു ആത്മാവ് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ്? സൃഷ്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കൊന്നും ഒരു ആത്മാവിന് വേണ്ടിയിട്ടൊരു ഹിസ്റ്ററി തന്നെ തപ്പിപ്പോയെന്ന് തോന്നുന്നത്. അതെ, ഞാൻ വ്യക്തമായി ഒരുപാട് റെഫറൻസ് എടുത്തതിന് ശേഷം ആ റെഫറൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള കണ്ടന്റും എൻ്റേതായിട്ടുള്ള കോട്ട്സും ഞാൻ മെൻഷൻ ചെയ്തു. ഞാൻ വേറൊരു റെഫറൻസ് എടുത്തതിൻ്റെയും ആ റെഫറൻസ് ഇവിടെയാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടീമുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്, പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. തോന്നുന്ന തോട്ട്സിനെ ഞാൻ കൃത്യമായി ഒരു ടെക്സ്റ്റ് രൂപേണ ഞാൻ അറിയിക്കും. എന്നിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നിരിക്കും. ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ രണ്ടിനും സംസാരിക്കുന്ന വേവ് ലെങ്ത് ആയിരിക്കണമെന്നില്ല അദ്ദേഹവുമായിട്ട്. അദ്ദേഹം ഭയങ്കര ഒരു ക്രിയേറ്റീവ് നേച്ചറുള്ള ആളാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി വരും, ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റും. അതൊക്കെ ഒരു ദൈവനിയോഗമാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡിവൈൻ എനർജിയുടെ ഭാഗമാണ് ഈ ബുക്ക്. നമ്മൾ രാഹുൽ കേട്ടിട്ടില്ലേ ദി ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് എന്നുള്ളത്, 1981 പബ്ലിഷ് ചെയ്ത പരലോക നിയമങ്ങൾ. അത് എല്ലാവരിലേക്ക് എത്തില്ല, എത്തിയാൽ വായിക്കാനും പറ്റില്ല. ബുക്ക് മേടിക്കും,
ചിലപ്പോൾ അലമാരയിലുണ്ടാവും, ഷെൽഫിലുണ്ടാവും, വായിക്കണമെങ്കിൽ നിയോഗം വേണം. അപ്പോൾ അതുപോലെ ഈ ബുക്കിൻ്റെ കോപ്പീസ് വളരെ കുറച്ച് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. ഇത് ഭാഗ്യം എന്നുള്ളതല്ല, അല്ല, ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ വായിച്ചു പോകുന്ന പോലെ വായിച്ചു പോകാൻ പറ്റിയൊരു പുസ്തകമല്ല. നമ്മൾ കുറച്ച് ചിന്തിക്കണം. ഓരോ കാര്യങ്ങളും വായിച്ചു പോകുമ്പോൾ ഇതിനെ പറ്റി ആഴത്തിൽ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ഒരു ഇതിലേക്ക് പോകുമ്പോൾ തന്നെ അവിടുന്ന് വേറെ ഡയമെൻഷനിലേക്കാണ് നമ്മൾ വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. അതെ. ഈ അദ്വൈതാനന്ദപുരി സ്വാമിജിയാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. അവതാരിക എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ വ്യക്തമായി ഡീറ്റെയിൽ അയച്ചു കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് കുറേ കൗതുകരമായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് ആരാ എഴുതിയത്, എന്താണ് പ്രദീപ് എഴുതാനുള്ള കാരണം, ഇതൊക്കെ ചോദിച്ചു. അദ്ദേഹം വായിച്ചതിന് ശേഷം ഭയങ്കര സന്തോഷത്തിൽ ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വേർഡ്സ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ വീണ്ടും ഡിഗ് ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ ഒരു എന്താ പറയുക, ഒരു ആത്മചൈതന്യമുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്പെസിഫിക്കലി മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതയും കൂടെ അദ്ദേഹം അവിടെ സ്പോൺസർഷിപ്പായി കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ എടുത്തോട്ടെ, ഞാൻ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ വ്യക്തി എന്നുള്ള നിലയിലേക്കാളും അപ്പുറം നമ്മളെ സ്വാധീനിക്കുന്ന നിരവധി ജന്മങ്ങൾ, നിരവധി ആത്മാക്കൾ ഡേ ടു ഡേ നമ്മൾ കാണും, അറിഞ്ഞും അറിയാതെയും. മേ ബി അതൊരു പരലോക ഡിസിഷൻ ആയിരിക്കാം. ഇന്ന് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ ലൈഫിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് പ്രീ ഡിസൈഡഡ് ആണ്. ഈ പുസ്തകം പരലോക നിയമങ്ങളുടെ മറ്റൊരു പതിപ്പാണ്? ഒരിക്കലും അല്ല. പരലോക നിയമങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ തികച്ചും ഡിഫറെൻ്റ് ആണ്. പക്ഷേ പരലോക നിയമങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടിയാലും വായിക്കാൻ പറ്റണമെന്നില്ല. വായിക്കണമെങ്കിൽ ഒരു യോഗം വേണം. അതുപോലെ ഇതിൻ്റെ കോപ്പി വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് 100% യൂണിവേഴ്സൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് ഒരു നല്ലൊരു എനർജിയെ സ്വാംശീകരിക്കുന്ന ഒരു സോളിന് മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. എത്താൻ പറ്റിയാലും വായിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു പുസ്തകം വായിക്കേണ്ടത് ഒരാൾ? അതായത് ഇതിപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ ഇതിന്റെ കവർ പേജ് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷെ അയാൾ എങ്ങനെയായിരിക്കണം ഈ പുസ്തകം വായിച്ചു തീർക്കേണ്ടത്? സാധാരണ നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഞാനൊരു ടൈം സ്കെഡ്യൂൾ ഇടും. ആ ടൈം സ്കെഡ്യൂളിനകത്ത് നമ്പർ ഓഫ് പേജസ് തീർക്കാവുന്ന ഒരു ദിവസം 3 ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു ബുക്കിന്റെ 3 പേജോ 4 പേജോ എൻ്റെ ടൈമിന്റെ അവൈലബിലിറ്റി. അതുകൊണ്ടല്ല ചോദിച്ചത്. കാരണം ഒരു കഥ വായിക്കുന്ന പോലെ ഈ ബുക്ക് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ബുക്ക് വായിക്കുക. ഇത് ഒരു പേജോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും. ഇപ്പോൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിനകത്തും ഒരുപാട് തലങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവർക്ക് സെൽഫ് നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമ്മുടെ സോളിൻ്റെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലേ? ഈ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ വരണം. അവിടെയാണ് ഗുരുക്കന്മാരുടെ ആവശ്യം. ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു റിയലൈസേഷൻ വരും. അവിടെ ഒരു പ്രോപ്പർ അനാലിറ്റിക്കൽ എബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല തലങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എഴുതിയ ബുക്കാണെന്ന് ഞാൻ ഒരിക്കലും ഇത് പറയില്ല. ഏതോ ഒരു എനർജി എന്നെ കൊണ്ട് എഴുതിപ്പിച്ച ബുക്കെന്നേ ഞാൻ പറയുള്ളൂ. അതുവരെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സ്പിരിച്വൽ കോൺക്ലേവിൻ്റെ ടൈമിലാണ് ഇനാഗുറേഷൻ ചെയ്തത്. ആ ഒരു അനുഭവം എന്ന് പറയാമോ? രാഹുൽ, ഈ ബുക്ക് ഇനാഗുറേഷൻ പ്ലാൻ ചെയ്യുന്നത് ഷാർജയിലെ നമ്മുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ബുക്ക് ഇനാഗുറേഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി സ്ലോട്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് സമയത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആലോചിച്ചു എന്തുകൊണ്ട് അവിടെ ചെയ്തില്ല. അതിനൊരു റീസൺ ഉണ്ട്. അത് 100% ഒരു കമേഴ്ഷ്യൽ മാർക്കറ്റാണ്, അല്ലേ? എല്ലാവരും അവരുടെ ബുക്കുകൾ സെല് ചെയ്യാൻ വരുന്ന ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം. പക്ഷേ ഇതൊരു ഡിവൈൻ എനർജിയുടെ സാന്നിധ്യത്തിൽ എഴുതിയ ബുക്കാണ്. ഇത് പൂർണ്ണമായിട്ടും ബുക്ക് ഇനാഗ്രേഷൻ നടന്ന സ്പേസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ കോൺക്ലേവ് നടത്തുന്ന സ്ഥലമായിരുന്നു. ആ കോൺക്ലേവിനകത്ത് ഒരുപാട് ഗുരുവര്യന്മാരുണ്ടായിരുന്നു. ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ അവധൂതൻ എന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും പല പേര് പറയാം. ഞാൻ തസ്മൈ ഗുരുജി ആ ഒരു കാറ്റഗറിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രഹ്മം കിട്ടിയ ഒരാൾ, ബ്രഹ്മജ്ഞാനി, ഒരുപാട് സാധാരണ സോൾസിനെ അടുത്ത ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈശ്വര ചൈതന്യമുള്ള ശിവഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ആൾ, ഇങ്ങനെ കാണുന്നതാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വച്ച് എനിക്കത് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ VG അരുൺ സാറാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അതും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും സ്പിരിച്വലി അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് വളരണമെന്ന് വന്നു നിന്ന ആൾക്കാരായിരുന്നു. ഏകദേശം ഒരു 200+ ആൾക്കാരുണ്ടായിരുന്നു. 200 പേരും അവിടെ വരണമെങ്കിൽ ഒരു നിയോഗമുണ്ട്. അത് തന്നെ ഞാനൊരു വലിയൊരു മഹാഭാഗ്യമായി കാണുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുടെ നല്ല സോൾസിൻ്റെ മുമ്പിൽ വെച്ച് ഈ സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.